നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെയ്തു എന്ന് പറയാം, അതാർക്കും പറയാം. പക്ഷേ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവ് എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ട് യുവർ ഓണർ. സ്റ്റേഷനിൽ ചന്ദ്രബോസ് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. A dangerous, notorious police criminal. The one and only ACP Chandrabose. എന്ത് അസംബന്ധമായി പറയുന്നേ? ബഹുമാനപ്പെട്ട കോടതി ഒന്ന് മനസ്സിലാക്കണം. ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കുറച്ച് ബ്രൂട്ടലായിട്ടും ഹാർഡായിട്ടും എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് യുവർ ഓണർ. അല്ലാതെ ഡിഫൻസ് കൗൺസിൽ പറയുന്ന പോലെ അമാനുഷിക വില്ലനൊന്നും അല്ല ഞാൻ. സത്യം ജയിക്കണമെന്ന് വിശ്വസിച്ച് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ഞാൻ പറയുന്നു, ഈ കേസുമായിട്ട് എനിക്ക് വഴിവിട്ട യാതൊരു ബന്ധമില്ല. എന്റെ കൈകൾ തീർത്തും പരിശുദ്ധമാണ് യുവർ ഓണർ, കണ്ണീർ ജലം പോലെ. യുവർ ഓണർ, ഈ വാക്കുകൾ അറം പറ്റിയതുപോലെയാണെന്ന് പറയേണ്ടി വരും. ഈ കേസിൽ മരണപ്പെട്ടെന്ന് പറയുന്ന കാർത്തിക ഒഴുക്കിയ കണ്ണീരിനും സാക്ഷി പട്ടികയിൽ ഒടുവിൽ ഉൾപ്പെടുത്തിയ PW9 ശാലിനി വിഷ്ണു ഒഴുക്കിയ കണ്ണീരിനും പരിശുദ്ധമെന്ന് പറഞ്ഞ ചന്ദ്രബോസിന്റെ കണ്ണീർ ജലത്തിന് സ്ഥായിയായ ബന്ധമുണ്ട്. ബന്ധമുണ്ട് എന്ന് പറയുന്നതിനപ്പുറം അതെന്താണെന്ന് തെളിവ് സഹിതം തെളിയിക്കൂ മിസ്റ്റർ അർജുൻ. നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് സങ്കടമാണ്. എവിടെയൊക്കെയോ പഠിച്ചു വെച്ച വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. മിലോഡ്, PW9 സാക്ഷിപ്പട്ടികയിൽപ്പെടുത്തിയ ശാലിനി വിഷ്ണുവിനെ ഒരിക്കൽ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. എന്താ പേര്? ശാലിനി വിഷ്ണു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? കളക്ടറാണ്. ഈ പ്രതിക്കൂട്ടി നിൽക്കുന്ന ആളെ അറിയോ? അറിയാം, എന്റെ ഹസ്ബൻഡാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. ഇപ്പോൾ ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ്. ഇപ്പോഴും ആണ്. എന്താണ് ശാലിനി വിഷ്ണുവിന് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ എനിക്ക് പറയാനുള്ളത്, നിരപരാധിയായ എന്റെ ഹസ്ബൻഡിനെ ഒരു കൊലക്കേസിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ഉൾപ്പെടുത്തുകയും അതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി കഷ്ടപ്പെടുത്തുകയും ചെയ്ത ACP ചന്ദ്രബോസിനെ കുറിച്ച് തന്നെയാണ്. അത് അത്യന്തം ക്രൂരമായ കാര്യങ്ങൾ തന്നെയാണ്. ഡിഫൻസ് വക്കീൽ അതുകൊണ്ട് തന്നെയാണ് അത്രയും വിശേഷണങ്ങൾ ചന്ദ്രബോസിനെതിരെ പറഞ്ഞതും. മധുശ്രീയും ചന്ദ്രബോസും ചേർന്നാണ് എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തത്. കാർത്തിക അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് എനിക്ക് ലഭിച്ചതും ഇരുവരും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ്. അതെങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് മരണപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ ഈ കാർത്തികയുടെ മൊഴിയിൽ നിന്നും വളരെ വ്യക്തമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. യുവർ ഓണർ, ഇതൊക്കെ ഇവിടെ ഓരോരുത്തരായി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പുതുതായി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടോ? വെറുതെ കോടതിയുടെ വിലപ്പെട്ട സമയം കളയുന്നത് എന്തിനാ? പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന രീതിയിലാ. ഉയർത്തിക്കൊണ്ടുവന്ന കള്ളങ്ങൾ കൊണ്ട് തീർത്ത ഒരു കൂറ്റൻ വൻമല വെറും കളിമണ്ണായി ചിന്നിച്ചെതറി നിലം പരിശായപ്പോ പിടിവള്ളിയായി കയറി പിടിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയത്തെയാണ്. കഷ്ടം. ഒരു മനുഷ്യന് അധപ്പതിക്കാം, പക്ഷേ ഇങ്ങനൊരു അധപതനം അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. പറയൂ, എന്താണെങ്കിലും തുറന്നു തന്നെ പറയൂ.
സത്യം തുറന്നു പറയാനുള്ള ഏക സ്ഥലവും ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. കോളിളക്കം സൃഷ്ടിച്ച പല കേസുകൾക്കും തുമ്പുണ്ടാക്കുകയും കുറ്റവാളികളെ വേഗത്തിൽ വലയിലാക്കുകയും ചെയ്ത സമർത്ഥരായ പോലീസ് ഓഫീസർമാർ നമുക്കുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അപമാനവും മാനക്കേടുമാണ് ചന്ദ്രബോസ് എന്ന ACP. വിഷ്ണുവേട്ടൻ എന്റെ അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം, അതും അവരൊരു കാരണം ഉണ്ടാക്കുകയായിരുന്നു. വിഷ്ണുവേട്ടൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ അമ്മയോട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ പോയിസൺ ചേർത്ത് വിഷ്ണുവേട്ടന് നൽകി. ഞാൻ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ എന്റെ വിഷ്ണുവേട്ടൻ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. അതിന്റെ ബ്രെയിൻ, അത് ചെയ്തത്, നിയമം സംരക്ഷിക്കേണ്ട, നിയമം സത്യസന്ധമായി നടപ്പിലാക്കേണ്ട അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലിരിക്കുന്ന ചന്ദ്രബോസ് ആണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുകയാണ്. പോലീസ് സേനയ്ക്ക് മുഴുവൻ കളങ്കം ചാർത്തുന്ന ഈ ഉദ്യോഗസ്ഥൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. Objection sustained. താങ്ക് യു. ചെയ്തു എന്ന് പറയാം, അതാർക്കും പറയാം. പക്ഷേ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവ് എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ട് യുവർ ഓണർ. സ്റ്റേഷനിൽ ചന്ദ്രബോസ് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. പിന്നെ ചികിത്സിച്ച ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ടും. ഡിജിറ്റൽ എവിഡൻസ് ദയവായി സ്വീകരിച്ചാലും മിലോൺ. കേസുകൾ കുത്തിയിരുന്ന് പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലേ മിസ്റ്റർ അമീർ? മിസ്റ്റർ അമീർ, ഞാൻ കേസുകൾ പഠിച്ചതും കുത്തിയിരുന്ന് തന്നെയാ. പണ്ട് സ്കൂൾ പഠന കാലത്തും അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചു തന്നെയാ പാസ്സായതും. അല്ലാതെ ചെറിയ കുറിപ്പുകൾ എഴുതി കൈത്തെറുപ്പിലും മുടിത്തെറുപ്പിലും ചെരുപ്പിന്റെ അടിയിലൊക്കെ വെച്ച് പരീക്ഷ എഴുതിയിട്ടുമില്ല, അങ്ങനെയൊട്ട് ജയിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ അടുത്ത് അമീറിനെതിരെ ഉയർന്നു പൊങ്ങിയ ചില ആരോപണങ്ങളൊക്കെ എല്ലാം അവസാനിച്ചു എന്നല്ലേ പറഞ്ഞത്? ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.